നമസ്കാരം. 100 ദിവസങ്ങളായി സെലിംഗമെന്ററിയിലൂടെ ബ്ലണ്ടറുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായി പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന വിഴിഞ്ഞം കോൺക്ലേവ് ഇന്നലെ ആരംഭിച്ച് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ചിലർ എനിക്ക് വീഡിയോ അയച്ചു തന്നു. അവിടെ നടക്കുന്ന പരിപാടികളുടെ ചില സ്നിപ്പെറ്റ്സ് അയച്ചു തന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണം ക്യാപ്റ്റൻ ദീപക് തിവാരി, മാനേജിംഗ് ഡയറക്ടർ MSC ഏജൻസി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, ഇന്ത്യയിലെ MSCയുടെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ. അദ്ദേഹം നമ്മുടെ തുറമുഖത്തെ കുറിച്ച് പറയുന്നത് ഇപ്പൊ തന്നെ പല പ്രേക്ഷകരും കണ്ടിട്ടുണ്ടാവാം, കേട്ടിട്ടുണ്ടാവാം. എന്നാലും അതൊന്നുകൂടി കേൾക്കേണ്ട ഒരു ആവശ്യം നമുക്കുണ്ട്. But let me just leave it at Vizhinjam is going to be very, very important, extremely important. And MSC, we started here and we're going to be here. We'll be growing here and we'll ensure that the growth is shared amongst everyone. അദ്ദേഹം എന്താണ് പറഞ്ഞത്? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അവിടെ നിർത്തിയിരുന്നെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടി കാണിക്കില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് പിന്നെയും വാക്കുകൾ കിട്ടുന്നില്ല പറയാൻ. അദ്ദേഹം എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പോർട്ടിനെ കുറിച്ച് അദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല. സെലിംഗമെന്ററിയിലെ ചില ആളുകൾ ഇപ്പോഴും കമന്റ് ഇടുന്നുണ്ട്, സമ്പൂർണ്ണ പരാജയമായിരിക്കും വിഴിഞ്ഞം പദ്ധതി. എവിടുന്ന് കണ്ടെയ്നർ വരാനാണ്, എവിടുന്ന് കപ്പൽ വരാനാണ്? ലോകത്തുള്ളതിൽ ഏറ്റവും മികച്ച ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയിട്ട് അവർ കണക്കുകൾ നിരത്തി വൻ പരാജയം, കേരള ഖജനാവിലെ പണമെടുത്ത് ധൂർത്തടിക്കുന്നതാണ് വിഴിഞ്ഞം പദ്ധതി എന്നൊക്കെ ഇപ്പോഴും എഴുതുന്ന ആളുകളുണ്ട്. അവരുടെ എല്ലാം അറിവിലേക്ക്, അവരുടെ എല്ലാം നല്ല മനസ്സിലേക്ക് വിഴിഞ്ഞം പൂട്ടിക്കെട്ടണം എന്ന് ആഗ്രഹിച്ചവരുടെ, വിഴിഞ്ഞം തകർക്കണം എന്ന് ആഗ്രഹിച്ചവരുടെ എല്ലാവരുടെയും നല്ല മനസ്സുകൾക്ക് മുമ്പിൽ ശ്രീ ദീപക് തിവാരിയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. But let me just leave it at Vizhinjam is going to be very, very important, extremely important. And MSC, we started here and we're going to be here. We'll be growing here and we'll ensure that the growth is shared amongst everyone. ഇനി നമുക്ക് ബ്ലണ്ടർ കഥയിലോട്ട് വരാം. ഇന്നലത്തെ സെലിംഗമെന്ററി കണ്ടിട്ട് ഒരാൾ കുറിച്ചു, ഒരു വരി, 1-2 വരി കുറിച്ചിട്ടുണ്ട്. എടാ ഏലിയാസെ എന്ന് പറഞ്ഞ എന്നെ അടുത്തറിയുന്ന ആരോ ആണ്, വളരെ അടുത്തറിയുന്നവരാണ്. അത്ര സ്വാതന്ത്ര്യത്തോടെ അങ്ങനെ വിളിക്കണമെങ്കിൽ അങ്ങനെ ആരെങ്കിലും ആയിരിക്കുമല്ലോ. മുൻപൊക്കെ നീ പറയുന്നത് ശരിയെന്ന് കരുതി, ഇപ്പോൾ മനസ്സിലായി നീ വെറും ബ്ലണ്ടറടിയാണ് നടത്തുന്നതെന്ന്. രാജശേഖരനെ പോലുള്ള ചിലർ അപ്പം തന്നെ മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ബ്ലണ്ടർ, കഴിഞ്ഞ 30-40 വർഷമായിട്ട് നടത്തുന്ന ഈ ബ്ലണ്ടർ, സെലിംഗമെന്ററിയുടെ 100 ദിവസമായിട്ട് ഈ ബ്ലണ്ടർ നടത്തുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ അവരെന്തിനു കേൾക്കുന്നു എന്നാണ് ഇപ്പൊ എനിക്ക് സംശയം. ഈ ബ്ലണ്ടറൊക്കെ കേൾക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് സംശയം. എന്തായാലും ഇന്നലെ കോൺക്ലേവിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അതിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അയച്ചു തന്ന വീഡിയോയുടെ കൂട്ടത്തിൽ ഫിനാൻസ് മിനിസ്റ്ററും നമ്മുടെ ഇൻഡസ്ട്രീസ് മിനിസ്റ്ററും ഇരിക്കുന്ന കണ്ടു. മുഖ്യമന്ത്രിയെ കാണാനില്ല. അപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു, CM പങ്കെടുക്കുന്നില്ലേ എന്ന് ചോദിച്ചു.
അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പം തന്നെ എനിക്ക് മറുപടി തന്നു, CM നാളെ പങ്കെടുക്കുള്ളൂ, നാളെ എന്നാണ് അദ്ദേഹം മറുപടി തന്നത്. അവിടെ തീർന്നു, ആ കോൺവെർസേഷൻ തീർന്നു. അപ്പോൾ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും അസൗകര്യം വന്നിട്ട് പകരം ധനമന്ത്രിയെ വിട്ടതായിരിക്കും. ധനമന്ത്രിക്ക് എന്തെങ്കിലും ഒരു റോൾ ഉള്ളതായിട്ട് ഒരു ലിറ്ററേച്ചറിലും കണ്ടില്ല. അപ്പോൾ മുഖ്യമന്ത്രിക്ക് പകരമായിരിക്കും അദ്ദേഹം വന്നത് എന്ന് ആശ്വസിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ സുഹൃത്ത് എനിക്കൊരു മെസ്സേജ് കൂടെ അയച്ചു. അപ്പോൾ സമയം 3:03, 3 മണി കഴിഞ്ഞു. രാവിലെ തുടങ്ങിയതാണ്, 3 മണി കഴിഞ്ഞു. ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും ഒരു സെഷൻ അതിൻ്റെ പകുതിയെങ്കിലും ആയിട്ടുണ്ടാവും. അദ്ദേഹം എനിക്ക് അത് കഴിഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചു തന്നു. ഇവിടെ പങ്കെടുത്ത് ഇതുവരെ സംസാരിച്ചവർ സമം ഏലിയാസ് ജോൺ. അടിയുടെ സിമ്പൽ. ബ്ലണ്ടർ, ഇത്രയും വലിയ ബ്ലണ്ടർ അടിച്ചു കൂട്ടുന്ന ഒരാൾ, അയാൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ലക്ഷങ്ങൾ മുടക്കി, കോടികളാണോ എന്ന് അറിഞ്ഞൂടെ, കോടികൾ മുടക്കി കോൺക്ലേവിൽ കൊണ്ടുവന്ന ആളുകൾ. വലിയ വലിയ ആളുകളാണ്, യാതൊരു സംശയമൊന്നുമില്ല. ജനീവയിൽ നിന്ന് വന്നിട്ടുണ്ട്, MSCയുടെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരിൽ പലരും വന്നിട്ടുണ്ട്. പക്ഷെ അവരെല്ലാവരും പറഞ്ഞതിൽ നിന്നൊരു കാര്യം എൻ്റെ സുഹൃത്തിന് മനസ്സിലായത്, 30 വർഷമായിട്ട് 35 വർഷമായിട്ട് ഞങ്ങൾ പറഞ്ഞു നടന്ന കാര്യങ്ങൾ മാത്രമാണ് അവിടെ പറഞ്ഞത്. ഈ ബ്ലണ്ടറുകൾ ഇനിയും സഹിക്കണമോ വേണ്ടയോ എന്ന് പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുക. നമ്മുടെ തുറമുഖത്തിലോട്ട് ഇതുവരെയും നേരിട്ട് ഒരു കപ്പൽ സർവീസ് നടത്താത്തൊരു പോർട്ടാണ് അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള ലോസ് ഏഞ്ചൽസ് പോർട്ട്. ലോസ് ഏഞ്ചൽസിൽ നിന്ന് ഇങ്ങോട്ട് കപ്പൽ വരുമോ എന്ന കാര്യം എനിക്കറിയില്ല, സംശയമാണ്. പസഫിക് ക്രോസ് ചെയ്ത് വരുമോ എന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ നടന്നേക്കാം, യാതൊരു ഉറപ്പുമില്ല. എന്തായാലും ലോസ് ഏഞ്ചൽസ് പോർട്ടിനെ കുറിച്ച് അവരുടെ ഒരു ലിറ്ററേച്ചർ വായിച്ചപ്പോൾ അവർ കാണിച്ച 2 വീഡിയോ സെലിംഗമിന്റെ പ്രേക്ഷകർ ഈ ബ്ലണ്ടറുകളുടെ കൂട്ടത്തിൽ അതുകൂടി ഒന്ന് കാണണമെന്നൊരു ആഗ്രഹം തോന്നി. കാരണം ലോസ് ഏഞ്ചൽസ് പോർട്ട് ഒരു വലിയ പോർട്ടാണ്, 100 വർഷത്തോളമൊക്കെ പഴക്കമുണ്ടാവാം. കണ്ടെയ്നർ കൈകാര്യം ചെയ്തു തുടങ്ങിയിട്ട് ദ പോർട്ട് ഓഫ് ലോസ് ഏഞ്ചൽസ് ഹാസ് ബീൻ ദ ബിസിയസ്റ്റ് കണ്ടെയ്നർ പോർട്ട് ഇൻ നോർത്ത് അമേരിക്ക ഫോർ ഓവർ 20 years. കഴിഞ്ഞ 20 വർഷമായിട്ട് ഭയങ്കരമായ ബിസിയസ്റ്റ് പോർട്ടാണ് അമേരിക്കയിലെ. അവരെക്കുറിച്ച് 2 കാര്യങ്ങൾ കൂടെ പറയുന്നു. അത് കഴിഞ്ഞിട്ട് വീഡിയോ പ്ലേ ചെയ്യാൻ പറ്റില്ല, അത് ഞാൻ പിന്നീട് പറയാം. ദ പോർട്ട് ഓഫ് ലോസ് ഏഞ്ചൽസ് ഹാൻഡിൽ ഓവർ 8.6 MTU ഓഫ് കണ്ടെയ്നേഴ്സ് ഇൻ 2023. കഴിഞ്ഞതിന്റെ മുമ്പിലുള്ള വർഷം 24 23 8.6 മില്യൺ 86 ലക്ഷം കണ്ടെയ്നറുകൾ അവർ ഹാൻഡിൽ ചെയ്തു. അതിലൂടെ എന്ത് സംഭവിച്ചു? ദ പോർട്ട് ഓഫ് ലോസ് ഏഞ്ചൽസ് ഇസ് എ വൈറ്റൽ പാർട്ട് ഓഫ് ദ സിറ്റീസ് ഇക്കോണമി, പ്രൊവൈഡിംഗ് ക്ലോസ് ടു 1 million ജോബ്സ്. അടിയള സിമ്പൽ. 10 ലക്ഷം ജോലി സൃഷ്ടിച്ചു. 8.6 മില്യൺ, 1 കോടി തികഞ്ഞില്ല. 86 ലക്ഷം ഹാൻഡിൽ ചെയ്തപ്പോൾ തന്നെ അവർ 10 ലക്ഷം ജോലിയാണ് അവിടെ സൃഷ്ടിച്ചത്. ഇതൊന്നും പറയാൻ വേണ്ടിയല്ല, 2 വീഡിയോ അവർ ആ ആർട്ടിക്കിളിന്റെ കൂടെ കാണിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ മനസ്സ് അടക്കി നിർത്താൻ കഴിഞ്ഞില്ല. നമ്മുടെയൊക്കെ സ്വപ്നം ഒരു തുറമുഖം, ഒരു പോർട്ട്, ഒരു മദർ പോർട്ട് എങ്ങനെയൊക്കെ വളരണം, എന്തൊക്കെ സംവിധാനങ്ങൾ അവിടെ വരണം. ലോസ് ഏഞ്ചൽസ് മുഴുവനില്ല, അവരുടെ ആ വാട്ടർ ഫ്രണ്ട് ഏരിയ മാത്രമാണ് അവർ കാണിക്കുന്നത്. ഗോപ്രോ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അവർ ഷൂട്ട് ചെയ്തിരിക്കുകയാണ്. ഒരു ഡ്രോണിൽ ഗോപ്രോ ക്യാമറ ഫിറ്റ് ചെയ്തുകൊണ്ട് വളരെ മനോഹരമായി അത് കാണിക്കുന്നു. അതിന്റെ വീഡിയോ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോപ്പിറൈറ്റ് ഇല്ലാത്തത് കാരണം അത് ചെയ്യുന്നില്ല. പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും അത് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 9847124633 ഒരു മെസ്സേജ് അയച്ചാൽ മതി. പല പ്രേക്ഷകരും ചോദിക്കുന്നത്, ഈ വലിയ വലിയ ബ്ലണ്ടറുകൾ പറയുന്നതിനിടയ്ക്ക് അവിടെ വല്ല ജോലിയും കിട്ടുമെങ്കിൽ അതൊന്ന് പറഞ്ഞുകൂടി എന്ന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അവര് എന്തെങ്കിലും ജോലി അനൗൺസ് ചെയ്താലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇല്ലാത്ത ജോലി ഉണ്ടെന്ന് പറഞ്ഞ് വ്യാജ റിക്രൂട്ട്മെന്റിന് അറസ്റ്റിലാവാനൊന്നും എന്തായാലും ഈ ബ്ലണ്ടറുകാരന് താല്പര്യമില്ല ഈ വയസ്സുകാലത്ത്. അവര് ഏറ്റവും ഒടുവിൽ അവരുടെ സീഗൾ എന്ന് പറയുന്നതാണ് അവരുടെ ഏജൻസി. അദാനി ഗ്രൂപ്പിന്റെ ഒരു റിക്രൂട്ടിംഗ് ഏജൻസി സീഗൾ സ്റ്റാഫിംഗ് ആണ്. അവര് RTG ഓപ്പറേറ്റർ 8 പേരെ വിളിച്ചിട്ടുണ്ട്. RTG എന്ന് പറഞ്ഞാൽ ക്രെയിനാണ്. RTG ഓപ്പറേറ്റർ 8, QC ഓപ്പറേറ്റർ 10. QC എന്ന് പറയുമ്പോൾ ക്വേ ക്രെയിൻ. അങ്ങനെ 2 വിഭാഗത്തിലായിട്ട് 18 പേരുടെ വേക്കൻസി വിളിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ seagullstaffing.com എന്നുള്ള സൈറ്റിൽ കയറിയാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. സൈനിങ് ഓഫ്,
ബ്ലണ്ടർ അവതാരകൻ.